up to that wafer. Okay, അപ്പോൾ വേഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സിംഗിൾ ലൈൻ സ്ട്രക്ചർ അല്ലെ, നമ്മൾ ഫൈനലി ഒബ്റ്റെയിൻ ആ ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് വേഫർ എന്ന് പറയുന്നത്. സോ അപ് ടു ആ ഒരു നമ്മുടെ സിലിക്കൺ SiO2 സാൻഡ് ഫോമിൽ സിലിക്കണിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സിലിക്കൺ പ്യൂരിഫിക്കേഷൻ, ദെൻ ക്രിസ്റ്റൽ ഗ്രോത്ത്, ദെൻ വേഫർ പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കും അതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള ടോപ്പിക് ഓക്സിഡേഷൻ ആണ്. അതായത് അടുത്തൊരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു, നമുക്ക് സിലിക്കൺ മെറ്റീരിയലിനകത്ത് നിന്ന് നമുക്ക് സിലിക്കൺ വേഫർ യൂസ് ചെയ്തിട്ട് ഇനി IC ഫാബ്രിക്കേഷൻ, നെക്സ്റ്റ് ആക്ച്വലി IC ഫാബ്രിക്കേഷൻ ആണ് ഈ 2 മോഡ്യൂളിൽ വരുന്നത് എന്ന് പറഞ്ഞു. വേഫറിന്റെ അകത്തുനിന്ന് IC ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്, അതിന് നമ്പർ ഓഫ് പ്രോസസ്സസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, മോഡ്യൂളിന്റെ എൻഡിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഡിഫറെന്റ് പ്രോസസ്സിലൂടെ പാസ് ചെയ്തിട്ടാണ് ഈ വേഫറിന്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു IC ഫാബ്രിക്കേഷൻ ചെയ്യുന്നത്. സോ അതിനുള്ള ഫസ്റ്റ് പ്രോസസ് ആണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഓക്സിഡേഷൻ. അതിനകത്ത് ഓക്സിഡേഷൻ എന്താ, പ്രോസസ് എന്താന്നുള്ള കാര്യമുണ്ട്, പിന്നെ അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോട്ടിൽ ഓക്സിഡേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് പോവാട്ടോ. ഓക്കെ, so next is oxidation. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓഡിയോ ക്ലിയർ? ഓക്കെ, സോ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ നോർമലി കേട്ടിട്ടുള്ള പ്രോസസ് ആയിരിക്കും ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഹിയർ ഇവിടെ VSIന്റെ കേസിൽ, അതായത് നമ്മുടെ ഈ സിലിക്കൺ വേഫറിന്റെ കേസിൽ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് പ്രോസസ്സസ് ഉണ്ട്. അതിൽ സ്റ്റാർട്ടിങ് വിത്ത് ഓക്സിഡേഷനേ ഉള്ളൂ, ഇഷ്ടംപോലെ പ്രോസസ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഇനീഷ്യലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓക്സിഡേഷൻ. സിംപ്ലി ഓക്സിഡേഷൻ മീൻസ് കൺവേർഷൻ ഓഫ് ദ സിലിക്കൺ വേഫർ ഇൻ സിലിക്കൺ ഓക്സൈഡ്. ഓക്കെ, ജനറലി SiO2 എന്ന് പറയാം, മോർ സ്പെസിഫിക്കലി വി ക്യാൻ സേ SiO2. നമ്മൾ സിലിക്കൺ വേഫറിനെ സിലിക്കൺ ഡയോക്സൈഡ് ആണ് നമ്മൾ നോർമലി ചെയ്യുന്നതായിട്ട് SiO2 എന്ന് പറയുന്നത്. നോർമലി ഓക്സൈഡ് ഓഫ് സിലിക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. സോ നമ്മുടെ ഈ സിലിക്കൺ വേഫർ നിങ്ങൾ സിംപ്ലി റൂം ടെമ്പറേച്ചറിൽ പ്ലേസ് ചെയ്താൽ പോലും എന്താണെന്ന് വെച്ചാൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ബിക്കോസ് സിലിക്കൺ ഹാസ് എ ഗ്രേറ്റ് അഫിനിറ്റി ഫോർ ഓക്സിജൻ. സോ സിലിക്കൺ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് നമുക്കിവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു ഓക്സൈഡ് SiO2 ലെയർ നിങ്ങൾ വെറുതെ ഒരു സിലിക്കൺ വേഫർ എടുത്ത് അവിടെ വെച്ചാൽ പോലും എന്ത് ചെയ്യും, അവിടെ ഏറ്റവും സർഫസിൽ സിലിക്കൺ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് SiO2 ലെയർ ഫോം ചെയ്യും. ഓക്കെ, ബട്ട് അത് ഒരു തിന്നായിട്ടുള്ള ലെയർ ആയി. ഓക്കെ, ബട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിൽ, അതായത് ഈ IC ഫാബ്രിക്കേഷന്റെ സ്റ്റെപ്സിലും പല സ്ഥലത്തായിട്ട് ഓക്സൈഡ് ലെയറിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി അത് മനസ്സിലാണെങ്കിൽ എല്ലാ പ്രോസസ്സും പഠിച്ചു കഴിയുമ്പോഴേ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങളും ഓർക്കുക, നമുക്ക് ഐസിന്റെ ഫാബ്രിക്കേഷൻ ഡിഫറെന്റ് സ്റ്റെപ്സിൽ തിക്കർ ഓക്സൈഡ് ലെയേഴ്സ്. ഓക്കെ, തിക്കർ ഓക്സൈഡ് ലെയേഴ്സ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നാറ്റീവായിട്ട് ഫോം ചെയ്യുന്ന ഓക്സൈഡ് അല്ലാതെ എന്ത് ചെയ്യണം, ഒരു ഓക്സിഡേഷൻ പ്രോസസ് തന്നെ എന്തിനു വേണ്ടിയിട്ട് തിക്കായിട്ടുള്ള ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദ വേഫർ സർഫേസ് ഒരു തിക്കർ ആയിട്ടുള്ള ഓക്സൈഡ് ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നാം പ്രോസസ് ചെയ്യും. ആ പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ഓക്സിഡേഷൻ പറയുന്നത്. ഓക്കെ, so simply oxidation means that there is a silicon conversion of silicon wafer into silicon dioxide. അല്ലെങ്കിൽ ആ silicon dioxide layer, we are forming a layer of silicon dioxide on the wafer surface. Okay,
അത് നമുക്ക് ആക്ച്വലി നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും എന്താണ് സിംപ്ലി റൂം ടെമ്പറേച്ചറിൽ ഒരു സിലിക്കൺ വേഫർ നിങ്ങൾ ചെയ്താൽ തന്നെ ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും, ബട്ട് ഇറ്റ് വിൽ ബി തിൻ. വി റിക്വയർ തിക്കർ ഓക്സൈഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ Okay, and why we are using this oxidation layer in അല്ലെങ്കിൽ ആ SiO2 ലെയറിന്റെ യൂസസ് ആണ് നെക്സ്റ്റ് പറയുന്നത്, യൂസസ് ഓഫ് SiO2 ലെയർ. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സർഫേസ് പ്രൊട്ടക്ഷൻ ഓർ പാസിവേഷൻ. ഇതിന്റെ മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SiO2 ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സസ് ചെയ്യുമ്പോൾ ഈ സർഫസിലുള്ള നമ്മുടെ സിലിക്കൺ വേഫറിനകത്ത് സിലിക്കൺ എന്ത് ചെയ്യില്ല, വേറെ എന്തെങ്കിലും കെമിക്കൽസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പാസിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആക്ട് ആസ് എ പ്രൊട്ടക്ഷൻ ലെയർ. പേർട്ടിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസിന്റെ അകത്തൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വേഫറിനെ പ്രൊട്ടക്ട് ചെയ്യും ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ പ്ലേസ് ചെയ്താൽ തന്നെ ഒരു SiO2 ലെയർ അതിന്റെ മേലെ ഫോം ചെയ്തു. ദെൻ ഈ SiO2 ലെയർ ഉള്ളത് കൊണ്ട് എന്താണ് ഫെർദർ ആയിട്ടുള്ള വേറൊരു റിയാക്ഷൻ നടക്കൂല. അപ്പൊ നമ്മുടെ വേഫറിനെ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയാം. സോ യൂസസ് ഓഫ് SiO2, major one is provide surface protection or passivation. It acts as a passivation layer of the silicon wafer. Okay. Then uses it serve as a mask during diffusion of dopants. ഈ ഡിഫ്യൂഷൻ ഓഫ് ഡോപ്പൻസ് എന്ന് പറഞ്ഞാല്, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾ നോർമലി കേട്ടിട്ടുള്ള ടേം ആയിരിക്കും. എന്തായിരിക്കും, എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ് കൊണ്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ്, എന്ത് മോളിക്യൂൾസോ ആറ്റംസോ മൂവ് ചെയ്യുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പൻസിന്റെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ട്രാൻസിസ്റ്റർ ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ടൈമില് നമുക്ക് ബേസ് കളക്ടർ അല്ലെ, ഒരു വേഫറിന്റെ മേലെ ഒരു ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേറ്റ് എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ ഇത്തിരി ആവശ്യമുണ്ട് അല്ലെ. സോ നമുക്ക് അവിടെ ഇപ്പം ഒരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് N ടൈപ്പ് എമിറ്റർ, P ടൈപ്പ് ബേസ്, N ടൈപ്പ് കളക്ടർ. അതിലും നിങ്ങൾക്ക് അറിയാം, അതിൽ എമിറ്ററിലാണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ടത് അല്ലെ, കളക്ടർ ബേസിൽ ലെസ് ആണ്. അപ്പൊ നമുക്ക് ഇതേപോലുള്ള കമ്പണൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മൾ ഡിഫ്യൂഷൻ ഓഫ് ഡോപ്പൻസ് എന്ന് പറയുന്നത്. ചില റീജിയൻ, ഇപ്പൊ എമിറ്ററിന് വേണ്ടിയിട്ട് ഒരു റീജിയൻ N ടൈപ്പ് ചെയ്യേണ്ടി വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോപ്പൻസ് ആഡ് ചെയ്യേണ്ടി വരും. P ടൈപ്പ് എന്ത് ചെയ്യണം, ഈ മെറ്റീരിയലിനെ P ടൈപ്പ് മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ട് ഡോപ്പിംഗ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഡോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആയിട്ടാണ് ഡോപ്പിംഗ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു എമിറ്റർ റീജിയൻ, ഒരു ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ. ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സർഫസിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ എന്ത് ചെയ്യണം, എമിറ്റർ ആക്കണം. എമിറ്റർ ആക്കണമെങ്കിൽ എന്താണ്, ഇവിടെ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇവിടെ N ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ഡോപ്പ് ചെയ്യണം അല്ലെ. അതുപോലെ ഒരു ബേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ P ടൈപ്പ് ഇംപ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യണം. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു N ടൈപ്പ് ഇംപ്യൂരിറ്റി വെച്ചിട്ട് ഡോപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെ ഡോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കിയുള്ള റീജിയൻസ്, നമുക്ക് ഈ ഒരു സൈഡ് മാത്രം എമിറ്റർ റീജിയൻ ഫോം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റീജിയനിലൊന്നും ഡോപ്പിംഗ് വരാൻ പാടില്ല. സോ ആ ബാക്കി വരുന്ന റീജിയൻസിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്കിംഗ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. ഈ പ്രോസസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഈ ഡോപ്പ് ചെയ്യുന്നതൊക്കെ നെക്സ്റ്റ് വരുന്ന കാര്യമാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. SiO2 serve as a mask during diffusion of dopants. ഇപ്പൊ ഡിഫ്യൂഷൻ ഓഫ് ഡോപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കും. നമുക്ക് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ ഡിവൈസസിൽ റീജിയൻ, P റീജിയൻ അങ്ങനെയൊക്കെ ഫോം ചെയ്യേണ്ടി വരുമ്പോൾ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ സെലക്ടീവ് ഏരിയാസിൽ മാത്രം എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെയുള്ള ഡോപ്പൻസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പെർട്ടിക്കുലർ ഏരിയയിലേക്ക് ഡോപ്പന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിയുള്ള റീജിയൻസിൽ ഇതൊന്നും വരാൻ പാടില്ല അല്ലെ. സോ ആ റീജിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്ക് ആയിട്ട് ആക്ട് ചെയ്യും. Okay. Then next use എന്ന് പറയുന്നത് isolate one device from another. നിങ്ങളുടെ ഒരു IC എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും അല്ലെ, തൊട്ടടുത്ത് ഉണ്ടാവും, അടുത്തൊരു വേറെ ഒരു മോസ്ഫെറ്റ് ഉണ്ടാവും. ഒരു ഡിഫറെന്റ് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ ഡൈഗേറ്റ് ഇൻ മോസ് സ്ട്രക്ചർ. മോസ്ഫെറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാലോ, മോസ്ഫെറ്റിന്റെ കേസിൽ നമുക്കുള്ള ടെർമിനൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ് അല്ലെ. മോസ്ഫെറ്റ് അറിയാലോ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അതിൽ
പിന്നെ നമ്മുടെ ഗേറ്റ് പറയുന്നത്, ആ ഗേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഡൈഇലക്ട്രിക് ഗേറ്റ്. സോ ഗേറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓക്സൈഡ് ലെയർ യൂസ് ചെയ്യുന്നത്. ഈ ഓക്സൈഡ് ലെയർ തന്നെയാണ് അതിന്റെ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ ഗേറ്റ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ അല്ല അല്ലെ. മോസ്ഫെറ്റിലെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ ഓക്സൈഡ് അതിന്റെ പേര്, ഓക്സൈഡ് സെമി കണ്ടക്ടർ. അതായത് മെറ്റല് ദെൻ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അപ്പൊ ഈ മെറ്റലിന്റെ സെമി കണ്ടക്ടറിന്റെ ഇടയിൽ ഒരു ഓക്സൈഡ് ലെയർ വരുന്നുണ്ട് അല്ലെ മോസ്ഫെറ്റില്. ആ ഓക്സൈഡ് ലെയർ ആയിട്ട് ആക്കുന്നത് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ആ ഡൈഇലക്ട്രിക് ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഫോർ ദ കേസ് ഓഫ് മോസ്ഫെറ്റ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് SiO2ന്റെ യൂസസ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡിന്റെ. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൺവേർഷൻ സിലിക്കൺ വേപ്പർ into silicon dioxide, or we can forming a silicon dioxide layer on the wafer surface by the process of oxidation. Okay. Now, oxidation the uses are why we are going for this oxidation. So, normally and then the atmosphere place an atmosphere normal temperature place the wafer there will be other oxygen react thin oxidation layer form. But for our applications, we need more thicker oxide layer. Okay, so ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന SiO2ന്റെ യൂസ് എന്ന് പറയുന്നത്. Okay. Now, different techniques. So നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സ് വെച്ചിട്ട് ഓക്സിഡേഷൻ ചെയ്യാൻ പറ്റും. തെർമൽ ഓക്സിഡേഷൻ. തെർമൽ ഓക്സിഡേഷൻ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഓർ വി ക്യാൻ ഹാവ് കെമിക്കൽ ഓക്സിഡേഷൻ. ബൈ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഓക്സൈഡ് ലെയർ ഫോം ചെയ്യാം. Then also there is plasma oxidation. So different techniques use ചെയ്യുന്നുണ്ട്. But ഇതിൽ most commonly used technique എന്ന് പറഞ്ഞാൽ thermal oxidation ആണ്. Okay, so നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളതും ഈ thermal oxidation techniques ആണ്. It is the most commonly used oxidation technique. Okay, reason എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ its quality. Quality of SiO2 formed by thermal oxidation is best compared to the other techniques. Other techniques, chemical oxidation, plasma oxidation ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ quality the ground oxidation oxide layer SiO2 best in the case of thermal oxidation. Okay, we are going for thermal oxidation. അപ്പൊ ഈ thermal oxidation എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു പ്രോസസ് ഒന്നും ഇല്ല, സിമ്പിൾ പ്രോസസ് ആണ്. Okay, the process is put the silicon sample inside a furnace, raise the temperature in the range of 900 to 1200 degrees Celsius, and either oxygen or water vapor to flow. Okay, so നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോസസ് ഇത്രയേ ഉള്ളൂ. We are taking a silicon sample inside a furnace and raise the temperature by heating up in the range of 900 to 1200 degrees Celsius. Reactants, നമുക്ക് ഈ സിലിക്കണായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ വേണം. ഓക്കെ, സോ ഫോർ ദാറ്റ് allow either oxygen or water vapor. നിങ്ങൾക്കറിയാം ഓക്സിജൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിലാണെങ്കിൽ H2O അല്ലെ, അതിലും ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. സോ allow either oxygen or water vapor to flow into the furnace. Then silicon will react with either oxygen or water. എന്ന് വെച്ചാൽ നിങ്ങൾ പാസ് ചെയ്യുന്ന റിയാക്ടന്റ് ഏതാണ്? വാട്ടർ ആണോ അല്ലെങ്കിൽ ഓക്സിജൻ ആണോ? ഇറ്റ് വിൽ സിലിക്കൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം SiO2. ഓക്കെ, പ്രോസസ് അത്രേ ഉള്ളൂ. ഡയറക്ട്ലി ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഇത് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് thermal oxidation. Okay, since the process is under high temperature, so it is thermal oxidation. We can have two types of thermal oxidation, that is dry oxidation and wet oxidation. Dry oxidation, wet oxidation എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ നേരത്തെ റിയാക്ടൻസ് ആയിട്ട് we can use either dry oxygen or water vapor. Okay, if you are using oxygen, then it is dry oxidation. Okay, if you are using water vapor to form the SiO2, it will be the wet oxidation. നിങ്ങൾക്ക് അതിന്റെ നെയിം തന്നെ മനസ്സിലാക്കുന്നേ ഉള്ളൂ. കേസ് ഓഫ് ഡ്രൈ ഓക്സിഡേഷൻ നിങ്ങൾ ഇവിടെ പാസ് ചെയ്യുന്ന റിയാക്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ വിൽ ബി Si plus O2 gives SiO2. Okay, that is called dry oxidation. Then in the case of wet oxidation, you are passing water vapor.
Okay. So Si plus 2H2O gives SiO2 plus 2H2. ഇതിൽ ഈ H2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്യാഷ്യസ് ഫോമിലായിരിക്കും. അത് എക്സോസ്റ്റ് ചെയ്യും. So you will get SiO2 layer. Okay. So this is the types of thermal oxidation. ഈ ഓക്സിഡേഷന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ഓക്സിഡേഷൻ, അതേപോലെ അതിന്റെ thermal, what is thermal oxidation, then what is the types, dry and oxidation, അതിന്റെ കമ്പാരിസൺ വരെ ഞാൻ നെക്സ്റ്റ് നമുക്ക് പറയാം. ഉള്ള കാര്യങ്ങൾ എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട്. So the basic process is sharing of valence electrons between silicon and oxygen and forming the covalent bond. So അവിടെ നടക്കുന്ന കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസ്, സിലിക്കൺ ആൻഡ് ഓക്സിജൻ വാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് ഇറ്റ് വിൽ ഫോം കോവാലന്റ് ബോണ്ട്. That is how the SiO2 is formed. Okay. So സിലിക്കണും ഓക്സിജനും റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും, അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് SiO2 ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സർഫസിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്സിഡൈസിങ് സ്പീഷീസ്. ഓക്സിഡൈസിങ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിജൻ വേപ്പർ. ഇറ്റ് മൂവ്സ് ഇൻ ടു ദ സിലിക്കൺ ആൻഡ് ആക്ട് വിത്ത് ദ സിലിക്കൺ അറ്റ് ദ ഇന്റർഫേസ്. എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പം ഈ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണ്, അതായത് നമ്മുടെ വേഫർ ആണ്. വേഫറിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇതുപോലെ നമുക്കൊരു ക്യൂബ് പോലെ കാണിച്ചു. അപ്പൊ ഇതിനകത്ത് ഈ നമ്മുടെ SI എന്ന് പറയുന്നത് സിലിക്കൺ വേവ് എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് കാണിക്കുന്നതാണ് ആക്ച്വലി നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ. ബിഫോർ ഓക്സിഡേഷൻ നമ്മുടെ സിലിക്കൺ വേഫറിന്റെ സർഫസ് എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒറിജിനൽ സിലിക്കൺ സർഫസ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഈ ഡോട്ടഡ് ലൈൻസ് കാണിച്ചില്ല. ഇതാണ് ഒറിജിനൽ സിലിക്കൺ സർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ പറഞ്ഞ ഓക്സിഡേഷനിൽ നടക്കുന്ന സംഭവിക്കുക, ആ SiO2 ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിക്കൺ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത് അല്ലെ. സിലിക്കൺ എന്ന് പറയുന്നത് നമ്മുടെ വേപ്പർ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു സർഫസ് ആണെങ്കിൽ നമ്മൾ ഇത്രയും ഡെപ്തിൽ എന്ത് ചെയ്യും, സിലിക്കണും കൂടെ യൂസ് ചെയ്യും. ഇത്രയും റീജിയനിലുള്ള സിലിക്കണും കൂടെ യൂസ് ചെയ്തിട്ടാണ് SiO2 ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ഒറിജിനൽ സർഫസ്. അതിന്റെ സൈഡിലേക്കും പോവും, അതേപോലെ ഔട്ട് സൈഡിലും ഉണ്ടാവും. ഏത് SiO2 ലെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ വെറുതെ നമ്മളിങ്ങനെ ഒരു സിലിക്കണിന്റെ മേലെ, സിലിക്കൺ പോലുള്ള സ്ട്രക്ചറിന്റെ മേലെ SiO2 ഇങ്ങനെ ഇതുപോലെയല്ല വരുന്നത്. എന്ത് കുറച്ച് ഇൻസൈഡിലേക്കും പോകും. അതിന്റെ റീസൺ എന്താ? വി ആർ കൺസ്യൂമിങ് ദ silicon in the wafer. Okay. So oxidizing species moves into the silicon. Silicon surface moves into the silicon and react with the silicon at the interface. Okay. ആ ഒരു പോയിന്റ് ഓർക്കുക. അതിന്റെ തന്നെ ഇതിന്റെ ഒരു കുറച്ചും കൂടെ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള വ്യൂ ഇവിടെ കാണുന്നത്. അതായത് സിലിക്കൺ സബ്സ്ട്രേറ്റ്, ഇത് നമ്മുടെ ഒറിജിനൽ ഇന്റർഫേസ്. ഒറിജിനലി ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു സിലിക്കൺ വേഫർ ഉണ്ടായിരുന്നത്. ഓക്കെ. ദെൻ SiO2 ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്രയും സിലിക്കൺ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തിക്നെസ്സിലുള്ള D' എന്ന് പറഞ്ഞൊരു തിക്നെസ്സിലുള്ളത് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഡി അത്രയും തിക്നെസ്സിലുള്ള സിലിക്കണും കൂടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ D' പറയുന്നത് ഇവിടെ SiO2 സിലിക്കൺ ഡയോക്സൈഡിന്റെ തിക്നെസ് ആണ്. D' എന്ന് പറഞ്ഞൊരു തിക്നെസ് ഫോം ചെയ്യണമെങ്കിൽ വി ആർ കൺസ്യൂമിങ് എ തിക് ഓഫ് D. ദാറ്റ് റിലേഷൻ ഈസ്, നിങ്ങൾക്ക് D എന്ന് പറയുന്ന തിക്നെസ് ഉള്ള സിലിക്കൺ ലെയർ ഫോം ചെയ്യണമെങ്കിൽ 0.4D സിലിക്കൺ വിൽ ബി കൺസ്യൂംഡ്. ഓക്കെ. ഇപ്പോൾ D എന്ന് പറഞ്ഞൊരു തിക്നെസ്സിലേക്ക് ഒരു SiO2 ലെയർ ഫോം ചെയ്യണമെങ്കിൽ ഫ്രം ദ വേഫർ കൺസ്യൂമിങ് ദ സിലിക്കൺ വിത്ത് തിക്നെസ് ഓഫ് 0.4D. ഓക്കെ. അതായത് ഓൾമോസ്റ്റ് അതിന്റെ 20% സിലിക്കൺ ഡയോക്സൈഡിന്റെ നമുക്കൊരു ഏകദേശം അത്രയും പോർഷൻസ് എന്തായിരിക്കും നിങ്ങളുടെ ഓൾറെഡി ഉള്ള സിലിക്കൺ വേഫറിന്റെ അകത്ത് നിന്നാണ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഈ പറഞ്ഞത്, ഓക്സിഡൈസിങ് സ്പീഷീസ് മൂവ്സ് ഇൻ ടു ദ സിലിക്കൺ ആൻഡ് റിയാക്ട് വിത്ത് സിലിക്കൺ അറ്റ് ദ ഇന്റർഫേസ്. ഓക്കെ. ഈ ഡയഗ്രാംസും കൂടെ നോട്ട് ചെയ്യണേ. ഓക്സിഡേഷൻ ചോദിച്ചാൽ കറക്റ്റ് ഓക്സിഡേഷൻ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയഗ്രാംസും കൂടെ യൂസ്. ഡയഗ്രാം കോപ്പി ചെയ്തോ?
Now, here is the comparison between dry oxidation and wet oxidation. Okay. ഇതും അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഡ്രൈ ഓക്സിഡേഷൻ ആൻഡ് വെറ്റ് ഓക്സിഡേഷൻ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ടേബിളേറ്റ് ചെയ്തു. So in the case of dry oxidation, oxidizing atmosphere is pure oxygen. That is our oxidation agent is oxygen. In case of wet oxidation, it is water vapor. Okay. Then temperature range. Generally, നമ്മൾ പറഞ്ഞത് 900 to 1200 degree Celsius ആണ് thermal oxidation required ആയിട്ടുള്ള temperature അല്ലേ. So for dry oxidation, temperature should be in the range of 1200 degree Celsius. Okay. Wet oxidation, കുറച്ച് low temperature മതി, that is 900 to 1000 degree Celsius for wet oxidation and 1200 for dry oxidation. കറക്റ്റ്, നേരത്തെ നമ്മൾ 900 to 1200 ഹോൾ റേഞ്ചാണ് പറഞ്ഞത്. സോ അതിൽ ഡ്രൈ ഓക്സിഡേഷൻ ആണെങ്കിൽ 1200 degree Celsius, വെറ്റ് ആണെങ്കിൽ 900 to 1000 degree Celsius ആണ് റിക്വയർഡ് ആയിട്ട് ടെമ്പറേച്ചർ. Then അതിന്റെ സ്പീഡ്, ഡ്രൈ ഓക്സിഡേഷൻ is slow process, whereas wet oxidation is rapid process. Okay. Then chemical reaction. നിങ്ങൾ അതെന്താണ് കമ്പാരിസൺ പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇതും നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. Si+O2 gives SiO2 in the case of dry oxidation, and Si+2H2O gives SiO2 plus 2H2 for wet oxidation. Okay. Then another thing is dry oxidation is used to fabricate thin oxide. അതായത് നമ്മുടെ ഒരു തിക്നെസ് വളരെ കുറഞ്ഞ, നേരത്തെ പറഞ്ഞു സ്ലോ പ്രോസസ് ആണ് അല്ലെ. അപ്പൊ തിൻ ഓക്സിഡേഷന് വേണ്ടിയിട്ടാണ് നോർമലി തിൻ ഓക്സൈഡ്സ് ലെയർ ഫോം ചെയ്യാനാണ് ഡ്രൈ ഓക്സിഡേഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഗേറ്റ് ഓക്സൈഡ്. നേരത്തെ പറഞ്ഞു മോസ്ഫെറ്റിൽ ആ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, ആ ഒരു ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നത് വി റിക്വയർ തിൻ ഓക്സൈഡ് ലെയർ. സോ ദർ വി ക്യാൻ യൂസ് ഡ്രൈ ഓക്സിഡേഷൻ. ഓക്കെ. ഫോർ വെറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് യൂസ് ടു ഫാബ്രിക്കേറ്റ് തിക്ക് ഓക്സൈഡ്സ്. അത് മിക്കവാറും നമ്മൾ ആ മാസ്കിങ്ങിന് യൂസ് ചെയ്യുന്ന പറഞ്ഞല്ലോ, ഡോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റീജിയൻ മാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ മാസ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫീൽഡ് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തിക്ക് ഓക്സൈഡ് ആയിരിക്കും. അവിടെ നമുക്ക് വെറ്റ് ഓക്സിഡേഷൻ യൂസ് ചെയ്യാം. ദെൻ ക്വാളിറ്റിയും ഗുഡ് ക്വാളിറ്റി ഏതിനാണ്? ഡ്രൈ ഓക്സിഡേഷൻ ആണ്. വെറ്റ് ഓക്സിഡേഷൻ ലോവർ ക്വാളിറ്റി ആണ്. ഈ കമ്പാരിസൺ നോട്ട് ചെയ്തേക്കുക. ടൈപ്സ് ഓഫ് ഓക്സിഡേഷൻ ഒക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഡ്രൈയും വെറ്റും ജസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞതിന്റെ കൂടെ ഈ കമ്പാരിസണും കൂടെ ചെയ്യാം. നോട്ട് ചെയ്തോ? പോയിന്റ്സ് നോട്ട് ചെയ്തോ? Then next is oxidation reactor ആണ്. അതായത് ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്ന റിയാക്ടർ ആണ്. അതിലും കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ അല്ലെ. ഒരു എന്തായിരിക്കും, ഒരു ഫർണസിൽ വി ഹാവ് ടു ടേക്ക് ദ സിലിക്കൺ സാമ്പിൾ ആൻഡ് അതിനകത്തേക്ക് അത് എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യേണ്ടി വരും. റിക്വയർഡ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം. ദെൻ അതിനകത്തേക്ക് എന്ത് ചെയ്യണം? ഈ ഓക്സിഡൈസിങ് ഏജൻസ് ഓക്സിജൻ ഓർ വാട്ടർ വേപ്പർ പാസ് ചെയ്യണം. ഓക്കെ, ഇത്രേ പ്രോസസ്സ് ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള റിയാക്ടർ ആണ്. റിയാക്ടറിലുള്ള പാർട്ട് റെസിസ്റ്റൻസ് ഹീറ്റഡ് ഫർണേസ്. ഫർണേസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്യൂസ്ഡ് ക്വാർട്സ് ഫർണേസ്. ഓക്കെ, ഈ കാണുന്നത് ഫ്യൂസ്ഡ് ക്വാർട്സ് ഫർണേസ് ട്യൂബ്. ഓക്കെ. ആൻഡ് റെസിസ്റ്റൻസ് ഹീറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് പുറത്ത് കണ്ടോ, റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഹീറ്റിംഗ് എലമെന്റ്സ് ആണ്. ഈ ലോവർ ആൻഡ് അപ്പർ സൈഡിലുള്ളത് ഹീറ്റിംഗ് എലമെന്റ്, റെസിസ്റ്റൻസ് ഹീറ്റർ. ഈ കാണിച്ചേക്കുന്നത് റെസിസ്റ്റൻസ് ഹീറ്റർ. എന്താണ്? സിലിണ്ടറിക്കൽ ഫ്യൂസ്ഡ് ക്വാർട്സ് ട്യൂബ്. ഓക്കെ, ക്വാർട്സ് ട്യൂബ് ഇതാന്ന് പറഞ്ഞത്. ഫ്യൂസ്ഡ് ക്വാർട്സ് ബോട്ട്. ഫ്യൂസ്ഡ് ക്വാർട്സ് ബോട്ട് എന്ന് പറഞ്ഞാല് ഈ സാധനമാണ്. അതെന്താന്ന് വെച്ചാൽ ടു ഹോൾഡ് ദ സിലിക്കൺ വേഫർ. ഈ ക്വാർട്സ് ബോട്ടിന്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സിലിക്കൺ വേഫേഴ്സ് കണ്ടത് നിങ്ങൾ. ഈ ഒരു ക്വാർട്സ് ബോട്ടിന്റെ മേലാണ് സിലിക്കൺ വേഫേഴ്സ്. ഈ സ്ലൈസസ് കാണുന്നുണ്ടല്ലോ, സിലിക്കൺ വേഫേഴ്സ്. സോ സിലിക്കൺ വേഫേഴ്സ് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് മേലെയാണ് ഈ ഫ്യൂസ്ഡ് ക്വാർട്സ് ബോട്ട്. പിന്നെ ദിസ് ഇസ് സെറാമിക് സപ്പോർട്ട്. അത് 6 ഹീറ്ററിനുള്ള സെറാമിക് സപ്പോർട്ടാണ് ഈ കാണിക്കുന്നത്. ദെൻ O2 or H2O ഗ്യാസ്, അതിന്റെ ഇൻലെറ്റിലൂടെ വി ആർ പാസിംഗ് O2 or
H2O. Okay. Then there will be exhaust. നമ്മുടെ വെറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? H2 എക്സോസ്റ്റ് വരുന്നുണ്ട്. സോ എക്സോസ്റ്റ് പാസ് ചെയ്യാനുള്ള കാര്യം. ഇത്രയാണ് ഓക്സിഡേഷൻ റിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ റിയാക്ടർ കൺസിസ്റ്റ് ഓഫ് എ റെസിസ്റ്റൻസ് ഹീറ്റഡ് ഫർണസ്, cylindrical fused quartz tube containing the silicon wafers that are held vertically in a slotted quartz board. So ഈ quartz boardന്റെ അകത്ത് സ്ലോട്ട്സിലാണ് ചെയ്യുന്നത്, vertically silicon wafers arrange ചെയ്തിട്ടുള്ളത്. And there is a of either pure dry oxygen or water vapor. Okay. Then process എന്തായിരിക്കും? ഇവിടുത്തെ പ്രോസസ്സ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഓക്സിഡേഷൻ ടെമ്പറേച്ചർ 900-1200 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. സോ ഡ്രൈ ഓക്സിഡേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ പാസ് ചെയ്യുന്നത് ഓക്സിജൻ ആയിരിക്കും. സോ വി ഹാവ് ടു റേസ് ദ ടെമ്പറേച്ചർ ടു 1200 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ദെൻ അതായത് ഓക്സിജൻ പാസ് ചെയ്യുന്ന 1200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ആ SiO2 ലെയേഴ്സ് ഈ സിലിക്കൺ വേഫറിന്റെ മേലെ ഫോം ചെയ്യും. ഓക്കെ. ഇനി നിങ്ങൾ വെറ്റ് ഓക്സിഡേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ H2O പാസ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ 900-1000 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും? ഈ ടെമ്പറേച്ചർ റേസ് ചെയ്തിട്ട് there will be wet oxidation, that is SiO2 layers ഇന്റർഫേസിൽ ഫോം ചെയ്യും. നമ്മൾ രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഡയഗ്രാം മതിയാവും ഓക്സിഡേഷൻ റിയാക്ടർ. ഓക്കെ. അപ്പൊ അതിനകത്ത് ഇത്ര കാര്യങ്ങൾ, ഇവിടെ ഒരു ഫർണേസ്, ഇത് ജസ്റ്റ് ഒരു ഫർണേസ് ആണ്. പിന്നെ ഒരു ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. then there will be a quartz board to place the silicon wafers. So അവിടെ vertically quartz board ഉള്ള സ്ലോട്ട്സിൽ vertically silicon wafers arrange ചെയ്യും. Then next ചെയ്യുന്നത് എന്താണ്? We are passing oxidizing oxygen or H2O into the furnace and raise the temperature 900-1200 degrees Celsius. And accordingly dry ആണോ wet ആണോ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. Okay. So generally we can say the temperature is range of 900-1200 degrees Celsius. Then these react with the silicon at the interface and SiO2 layers will be formed. Okay. പിന്നെ അതേപോലെ മൈക്രോ പ്രോസസ്സേഴ്സ്, നമ്മുടെ ഗ്യാസ് ഫ്ലോയും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് മൈക്രോ പ്രോസസ്സേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് റിയാക്ടർ. ഓക്കെ. ഗ്യാസ് ഫ്ലോ നമ്മുടെ കറക്റ്റ് നമുക്ക് എത്ര എമൗണ്ട് വേണം, അതിന്റെ തിക്നെസ് എത്ര വേണം എന്നുള്ള നമുക്ക് കറസ്പോണ്ടിങ് ആ എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് മൈക്രോ പ്രോസസ്സർ. ദാറ്റ് ഈസ് ഗ്യാസ് ഫ്ലോ ടു കൺട്രോൾ ദ ഗ്യാസ് ഫ്ലോ ആൻഡ് ടെമ്പറേച്ചർ. Okay. ഡയഗ്രാം വരച്ചോ? വായിക്കാൻ പറ്റുന്നില്ല, അതിൽ മാർക്ക് ചെയ്തത്? ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്സിഡേഷൻ ടെമ്പറേച്ചർ 900-1200 ഡിഗ്രി സെൽഷ്യസ്. Oxidizing species is flow to the furnace. This react with the silicon. Also, this system uses microprocessors to regulate gas flow and temperature. Okay. So, ഇത്രയാണ് ഓക്സിഡേഷന്റെ തിയററ്റിക്കൽ പാർട്ട്. പ്രോസസ്സ് പറയാനുള്ളത്. ഓക്കെ. What is oxidation? So, oxidation എന്ന് പറഞ്ഞാൽ simply forming SiO2 layer on the silicon wafer. Okay. SiO2 layer on the silicon wafer. That is, oxygen is reacted with silicon to form SiO2. അതിൽ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്സ്. തെർമൽ ഓക്സിഡേഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന തെർമൽ ഓക്സിഡേഷൻ ആണ്, ബിക്കോസ് അതിന്റെ ക്വാളിറ്റി ബെറ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ. അറ്റ് ഹൈ ടെമ്പറേച്ചർ വി ആർ ടേക്കിംഗ് silicon wafers, pass the oxidant agents, oxygen or water vapor into the furnace, then raise the temperature. It will react with the silicon and SiO2 layer. അപ്പൊ അത്രയും പ്രോസസ് ഉള്ളൂ. അതിൽ ഓക്സിഡേഷനും ഡ്രൈ ഓക്സിഡേഷനും എന്താന്ന് ഓർക്കുക. വെറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിജൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈ ഓക്സിഡേഷൻ ആണെങ്കിൽ വെറ്റ് ഓക്സിഡേഷനിൽ വി ആർ യൂസിങ് വാട്ടർ വേപ്പർ. ഇതിന് അതിന്റെ കമ്പാരിസൺ നോക്കുക.
അതുപോലെ ഓരോന്നിന്റെ ടെമ്പറേച്ചർ റേഞ്ചും അതിന്റെ ആപ്ലിക്കേഷനും. ഇത്രയും കാര്യങ്ങളാണ് ഓക്സിഡേഷന്റെ തിയററ്റിക്കൽ പാർട്ടായിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പിന്നെ വൺ മോർ തിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് തെർമൽ ഓക്സിഡേഷൻ. ഈ തെർമൽ ഓക്സിഡേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ടൈപ്പ്. ആംബിയൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡ്രൈയും വെറ്റും ആണ്. ദെൻ ആംബിയൻ പ്രഷർ, ദെൻ സബ്സ്ട്രേറ്റ് ഓറിയന്റേഷൻ ആൻഡ് സബ്സ്ട്രേറ്റ് ഡോപ്പിംഗ്. അപ്പൊ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തെർമൽ ഓക്സിഡേഷൻ. ജസ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് തെർമൽ ഓക്സിഡേഷൻ പോയിന്റ്സ് മാത്രം നോക്കാൻ മതി. So next we are going to Deal-Groove oxidation model. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. Deal-Groove oxidation model എന്ന് പറഞ്ഞാല് ആക്ച്വലി നമ്മൾ ആ ഒരു പ്രോസസ്സിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഔട്ടർ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ആ ഒരു പ്ലേസ് ചെയ്യുന്നു, അതിൽ ഏതൊക്കെ ഓക്സിഡൻസ് പാസ് ചെയ്യുന്നു, അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Now we have to discuss the mathematical part, that is നമുക്ക് അതിന്റെ കൈനറ്റിക്സ് ഓഫ് സിലിക്കൺ ഓക്സിഡേഷൻ. കൈനറ്റിക്സ് ഓഫ് സിലിക്കൺ ഓക്സിഡേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മോഡലാണ് ഡീൽ-ഗ്രൂവ് ഓക്സിഡേഷൻ മോഡൽ. ഒന്നുമല്ല, അതിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ. അതായത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇറ്റ് വർക്ക്സ് ഫോർ പ്രെഡിക്റ്റിംഗ് ദ ഓക്സൈഡ് തിക്നെസ് ഫോർ തെർമൽ ഓക്സൈഡ് ലെയർ ഫോംഡ്. ഓക്കെ, ഇത് ഗ്രോ ചെയ്യുന്ന പെർട്ടിക്കുലർ ഈ ഒരു ടൈമിൽ ഇത്ര ടൈം കൊണ്ട് ഗ്രോ ചെയ്യുന്ന ഓക്സൈഡ് തിക്നെസിന്റെ ആ തിക്നെസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓക്സിഡേഷൻ മോഡൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്നാലേ നമുക്ക് ആ പ്രോസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇത്ര ടൈം കൊണ്ട് എത്ര ഓക്സൈഡ് ഗ്രോ ചെയ്യും, അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യണം, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ആ ഒരു മാത്തമാറ്റിക്കൽ പ്രോസസ് കൈനറ്റിക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആ ഡീൽ-ഗ്രൂവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ നെയിം ആ ഓക്സിഡേഷന്റെ പ്രോസസ് സ്റ്റഡി ചെയ്തിട്ട് ഉണ്ടാക്കിയ മോഡലാണ്, അതിന്റെ കൈനറ്റിക്സ് സ്റ്റഡി ചെയ്യുന്ന മോഡലാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഡീൽ-ഗ്രൂവ് ഓക്സിഡേഷൻ മോഡൽ. ഇതും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദിസ് മോഡൽ ഡിസ്ക്രൈബ്സ് ദ കൈനറ്റിക്സ് ഓഫ് സിലിക്കൺ ഓക്സിഡേഷൻ. ഇറ്റ് വർക്ക്സ് ഫോർ പ്രെഡിക്റ്റിംഗ് ദ oxide thickness for the thermal oxide layer formed. Then this model is valid for, അതേപോലെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഇത്രയും കണ്ടീഷൻ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ മോഡലിൽ പറയുന്നത് പോലെയുള്ള തിക്നെസ് ഒക്കെ ഗ്രോ ചെയ്യും കേട്ടോ. സോ ദിസ് മോഡൽ ഈസ് വാലിഡ് ഫോർ ഇൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 100 to 1300 degrees Celsius, partial pressure of 2 to 1 atm and oxide thickness of 300 to 20,000 angstrom. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കണ്ടീഷനിൽ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ വി ക്യാൻ പ്രെഡിക്ട് ദ തിക്നെസ് യൂസിങ് ദിസ് ഡീൽ-ഗ്രൂവ് ഓക്സിഡേഷൻ മോഡൽ. നൗ ഈ ഒരു മോഡൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യലി കുറച്ച് കണ്ടീഷൻസ് പറയാണ്. ഇനീഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലിക്കൺ ഓക്സിഡൈസ് അറ്റ് റൂം ടെമ്പറേച്ചർ അല്ലെ. ഈ ഒരു ഓക്സിഡേഷൻ നമ്മൾ ഓക്സിഡേഷൻ പ്രോസസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റൂം ടെമ്പറേച്ചറിൽ ദറ്റ് സിലിക്കൺ വിൽ ഓക്സിഡൈസ് അല്ലെ. ഒരു തിന്നായിട്ടുള്ള ഓക്സിഡേഷൻ ലെയർ അത് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ആ റിയാക്ടറിൽ നമ്മൾ സിലിക്കൺ വേഫേഴ്സ് പ്ലേസ് ചെയ്തു അല്ലെ. അപ്പൊ ആക്ച്വലി ആ പ്ലേസ് വേഫേഴ്സിന് എന്തുണ്ടാവും, ആ വേഫേഴ്സിന്റെ സർഫസിൽ ദർ വിൽ ബി എ തിൻ ഓക്സിഡേഷൻ ലെയർ. ഇനീഷ്യലി എന്താണ്, നമ്മൾ ഈ പ്രോസസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ, നമ്മുടെ റിയാക്ടൻസ് പാസ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ തന്നെ എന്താണ്, നിങ്ങൾ ആ ഫർണസിൽ ടേക്ക് ചെയ്യുന്ന വേഫേഴ്സിന്റെ മേലെ എന്തുണ്ടാവും, ഒരു തിന്നായിട്ടുള്ള ഓക്സൈഡ് ലെയർ ഓൾറെഡി എന്തായിരിക്കും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഓക്സിഡേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിഡൈസിങ് ഏജൻസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, ദാറ്റ് ഓക്സിജൻ മോളിക്യൂൾസ് ട്രാവൽ ത്രൂ ദ ഓക്സൈഡ് ടു റീച്ച് ദ സിലിക്കൺ സർഫേസ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഞാനൊരു സിലിക്കൺ ഡയോക്സൈഡിന്റെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇവിടെ എന്തുണ്ടാവും, ഒരു തിന്നായിട്ടുള്ള ഓക്സൈഡ് ലെയർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിലിക്കൺ എങ്കിൽ സിംപ്ലി നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ റിയാക്ടറിലൊക്കെ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തായാലും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇവിടെ എന്തുണ്ടാവും, ഒരു സ്മോൾ ലെയർ. ഓക്കെ, സ്മോൾ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു SiO2ന്റെ തിൻ ലെയർ ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു വേഫറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ ഓക്സിജൻ അല്ലെങ്കിൽ H2O പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഓക്സിജൻ SiO2 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഈ റൂം ടെമ്പറേച്ചറിൽ ഫോം ചെയ്ത സിലിക്കൺ ഓക്സൈഡ് ലെയർ ഉണ്ടല്ലോ, അതിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഓക്സൈഡ് ലെയറിലെ കൂടെ ട്രാവൽ ചെയ്തിട്ട് സിലിക്കണുമായിട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുള്ളൂ, ആ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, SiO2 ഫോം ചെയ്യുള്ളൂ. ഇവിടെ ഇനീഷ്യലി ഇവിടെ എന്താ, ഇവിടെ സിലിക്കൺ ഉണ്ട്, ഇവിടെ ഒരു ഓക്സൈഡ് ലെയർ ഉണ്ട്,
അതിന്റെ മേലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓക്സിജൻ അല്ലെങ്കിൽ H2O പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്സിജൻ മോളിക്യൂൾസ് മസ്റ്റ് ട്രാവൽ ത്രൂ ദ ഓക്സൈഡ് ടു റീച്ച് ദ സിലിക്കൺ സർഫേസ്. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്ന ഓക്സൈഡ് ലെയർ ഏതാണ്? നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അല്ലെ, റൂം ടെമ്പറേച്ചറിൽ സിലിക്കൺ ഓക്സിഡൈസ് റൂം ടെമ്പറേച്ചറിൽ ഫോം ചെയ്ത തിൻ ലെയർ ഓഫ് SiO2 ലെയർ. സോ ഇനിഷ്യലി എന്ത് ചെയ്യേണ്ടി വരും, ഓക്സിജൻ മോളിക്യൂൾസ് മസ്റ്റ് ട്രാവൽ ടു ദിസ് തിൻ ഓക്സൈഡ് ലെയർ ടു റീച്ച് ദ സിലിക്കൺ ഇന്റർഫേസ്. എന്നിട്ട് ഇവിടെ ഈ ഒരു സിലിക്കൺ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് SiO2 Si ഇന്റർഫേസ്, ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ, SiO2 ആയിട്ട് ഫോം ചെയ്യാൻ. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിന്റെ വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു അസംഷൻ പറഞ്ഞതാണ്. ടൈം ഒരു കാര്യം ചെയ്തോ, നെക്സ്റ്റ് അവർ ഞാൻ തന്നെയാണ്. നിങ്ങൾ 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വന്നോ. ഈ അവറിന്റെ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേ. അഭിജിത്ത്, അനവിന്ദ്, അപർണ, അർച്ചിത. അർച്ചിത ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തല്ലേ. അരുൺ, അശ്വിത, ചന്ദ്രലേഖ, ഹർഷ്, ഹിഫ്സു, ജസീം, ജസീനൊന്നുമില്ലേ, പാർവതി, പാർവതി ആബ്സെന്റ്, രോഹിത്, വൈഷ്ണവി, അശ്വിൻ, ദീപ്തി, ഹരിത, ഇല്ല ഹരിതയും ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തല്ലേ. സനില, ശിശിര, സൗമ്യ. ഓക്കെ, ബ്രേക്ക് എടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ 11:30. താങ്ക് യു.